ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം കുറച്ച് പ്ലാൻസൊക്കെ സെയിലിനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BTDC കൊറിയർ വഴിയായിരിക്കും പ്ലാൻസൊക്കെ അയക്കുന്നത്. കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. പ്ലാൻസിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. ഞാൻ ഈ പ്രാവശ്യം ഇനിയുള്ള വീഡിയോസിലൊന്നും ഞാൻ ഇതിൻ്റെ വില ഇതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, ഓരോ പ്ലാന്റ് കാണിക്കുമ്പോഴും വില പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് പറഞ്ഞാൽ മതി. ഇത് നമുക്ക് പിങ്ക് ലെഗസിയാണ്. പിങ്ക് ലെഗസിയുടെ ഒരു പ്ലാന്റാണ്. 350 രൂപയാണ്. 350 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റും 2 ഷൂട്ടും ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതേപോലെ ആണ് അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതിപ്പം മണ്ണിലാണ് നട്ടിരിക്കുന്നത്. മണ്ണ് നിങ്ങൾക്ക് കൊക്കോപ്പീറ്റ് ചേർന്നുള്ള മിക്സിൽ നടാം. പെട്ടെന്നൊന്നും നശിക്കാത്ത ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഷൂട്ട്സും ഉണ്ടാവും. 350 അതിൻ്റെ പ്രൈസ്. ഇത് ജയ്പോങ്ങിൻ്റെ പ്ലാന്റാണ്. ജയ്പോങ് റെഡിൻ്റെ അല്പം വലുപ്പമുള്ള പ്ലാന്റാണ്. 320 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. സൈസ് കാണിച്ചു തരാം. ലീഫൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ്. 320 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. 320. ഇത് ബ്ലാക്ക് ലെഗസിയാണ്. ബ്ലാക്ക് ലെഗസിയുടെ ഒരു പ്ലാന്റും ഒരു ചെറിയ ഷൂട്ടും ഉണ്ട്. 280 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഒരു പ്ലാന്റ് കൂടിയുണ്ട് ബ്ലാക്ക് ലെഗസിയുടെ. അത് അല്പം കൂടി വലിപ്പമുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ പ്ലാന്റാണ്. അതിന് എക്സ്ട്രാ ഷൂട്ടില്ല. ഈ 2 പ്ലാന്റിൻ്റെയും പ്രൈസ് 280 തന്നെയാണ്. ഇതാണ് പ്ലാന്റ്. പിങ്ക് ലെഗസി പോലെ തന്നെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇതും. ഇനി അടുത്ത പ്ലാന്റ് നോക്കാം. നെക്സ്റ്റ് റെഡ് വൈൻ്റെ പ്ലാന്റാണ്. റെഡ് വൈൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് 400 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. അല്പം റെയർ വെറൈറ്റിയാണ് റെഡ് വൈന്. ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അത് ഒരുപാടിപ്പോൾ അത്യാവശ്യം സൈസ് വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ലീഫിൻ്റെ കളർ കണ്ടില്ലേ? ഇതേപോലെ നല്ല കളർ വരുന്ന പ്ലാന്റുകളാണ് റെഡ് വൈൻ്റെ പ്ലാന്റുകൾ. 400 റെഡ് വൈൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇത് മെലോയാണ്. മെലോ വിത്ത് ഷൂട്ടാണ്. എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടിയുണ്ട് മെലോയുടെ പ്ലാന്റിന്. വെളിച്ചത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ആണ് ഈ പ്ലാന്റ് കണ്ടില്ലേ? നല്ല കളർ വന്നിട്ടുണ്ട് അതിൻ്റെ ലീഫിന്. ഇതേപോലെ നല്ല കളർ പുതിയതായി വരുന്ന ലീഫിന് നല്ല ഒരു കളർ വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പ്ലാന്റിന് എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടിയുണ്ട്. 400 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റുകളാണ്. 550 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ലപോലെ റെഡ് കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റുകൾ നമുക്ക് കുറച്ചധികം സ്റ്റോക്കുണ്ട്. 550 ഇതിൻ്റെ പ്രൈസ്. എല്ലാ പ്ലാന്റുകളും ഏകദേശം ഇതേ സൈസാണ്. ഇത് ഒരു സാൻസവേരിയ വെറൈറ്റിയാണ്. സിൽവർ പ്രിൻസസ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല സിൽവർ കളർ വരുന്ന പ്ലാന്റാണ്. 200 ഇതിൻ്റെ പ്രൈസ്. ഒരു ബുഷി പോട്ടാണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നോർമൽ സാൻസവേരിയയിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ഇത് സിൽവർ കളറാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസ് 250 ഇതിൻ്റെ പ്രൈസ്. സിൽവർ പ്രിൻസസിൻ്റെ പ്രൈസ് 200ഉം സൂപ്പർ വൈറ്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 250 അത്യാവശ്യം വലിപ്പമുള്ള ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 2 പ്ലാന്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ച പ്ലാന്റും ഇത് സെക്കൻഡ് പ്ലാന്റാണ്. രണ്ടും അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. 250 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇനി ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഫലനോപ്സിസിൻ്റെ പ്ലാന്റാണ്. ഫ്ലവറോട് കൂടിയ പ്ലാന്റാണ്. നല്ല യെല്ലോ കളർ ഫ്ലവറാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പിങ്ക് കളറും കൂടി വരും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവറോട് കൂടി കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഫ്ലവർ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ്. ഹെൽത്തി പ്ലാന്റാണ്. 650 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഫലനോപ്സിസ് പ്ലാന്റിൻ്റെ പ്രൈസ് 650 രൂപയാണ്. നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. അടുത്തത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ
ലെമൺ ലൈമാണ്. ഇതിൻ്റെ പ്രൈസ് 60 രൂപയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. കണ്ടില്ലേ, ഇതേപോലെ ലെമൺ യെല്ലോ കളറാണ് അതിൻ്റെ ന്യൂലി ഫോംഡ് ലീഫിന് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് മൂൺഷൈനാണ്. മൂൺഷൈൻ്റെ പുതിയതായി വരുന്ന പ്ലാന്റിനും ഇതേപോലെ തന്നെ നല്ല ലെമൺ യെല്ലോ കളറാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് 150 ആണ്. നല്ലപോലെ റൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ പ്ലാന്റൊക്കെ ഇപ്പോൾ ഈ പോട്ടിൽ നിന്ന് മാറ്റാൻ സമയമായിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ പ്ലാന്റുകളും സ്റ്റോക്കുള്ള പ്ലാന്റുകളെല്ലാം മാറ്റി നടാനൊന്നും പറ്റാത്തതുകൊണ്ട് അത് ആ പോട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്. ഇത് കുറച്ചുകൂടി മാറ്റി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളരുന്ന നല്ല വലിപ്പം വെക്കുന്ന ലീഫുകളാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ലെമൺ യെല്ലോ കളറൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി കുറച്ച് ആന്തൂറിയം പ്ലാന്റ്സ് പരിചയപ്പെടാം. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ബുഷി പോട്ടിൻ്റെ പ്രൈസാണ്. 3 കളറുകളാണ് വരുന്നത്. 3 കളർ 3 ടൈപ്പ് പ്ലാന്റാണ്. 2 റെഡ് വെറൈറ്റി വരുന്നുണ്ട്. ഇത് ഒരു പ്ലാന്റാണ്. അതെ, ഇത്രയും ഷൂട്ടുകളുള്ള ഒരു പ്ലാന്റാണ് 300 റുപ്പീസിന് കൊടുക്കുന്നത്. ഇതേപോലെ ഇത് നിറയെ ഷൂട്ടുകളൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് റെഡ് കളറാണെങ്കിലും ഒരു ഫ്ലവർ നാരോ ടൈപ്പ് ഫ്ലവറാണ്. ഇതേപോലത്തെ ഫ്ലവറുകളാണ് ഈ പ്ലാന്റിൻ്റേത്. ഇതും റെഡ് വെറൈറ്റി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. റെഡിൻ്റെ തന്നെ 2 വെറൈറ്റിയാണ്. ഇതിൽ വേറെ എക്സ്ട്രാ പൂവൊക്കെ വരുന്നുണ്ട്. ഇതും നല്ല ഉഷായിട്ടുള്ള പോട്ടുകളാണ്. കണ്ടില്ലേ, ഇതിൻ്റെയും പ്രൈസ് അത് തന്നെയാണ്. 300 ആണ് ഇതിൽ ഓരോ പോട്ടിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ആദ്യം കാണിച്ചത് വൈറ്റ് ആണ്. 3 ടൈപ്പ് പ്ലാന്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 3ൻ്റെയും പ്രൈസ് 300 ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫൊക്കെയുള്ള ബുഷായിട്ടുള്ള പോട്ടുകളാണ് ആന്തൂര്യത്തിൻ്റേത്. 3 പ്ലാന്റ് ഞാൻ ഒരുമിച്ച് എളുപ്പത്തിന് വേണ്ടി ഒരുമിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഈച്ച് പ്ലാന്റ് 300 ആണ് പ്രൈസ്. ഇതേപോലെ എല്ലാത്തിലും നിറയെ ഷൂട്ടുകളൊക്കെ വരുന്ന പോട്ടുകളാണെല്ലാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റുകളാണ്. 180 രൂപയാണ് ഗ്ലോറിയോസത്തിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. 180 റുപ്പീസാണ് ഗ്ലോറിയോസും സീബ്രയുടെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ സിൽവർ കളർ കണ്ടില്ലേ, നല്ലപോലെ ലീഫിന് കുറേ കൂടി വലിപ്പം വെക്കുമ്പോൾ നല്ല രീതിയിൽ ആ സിൽവർ കളർ നമുക്ക് അറിയാൻ പറ്റും. നല്ല വെൽവെറ്റ് ടച്ചുള്ള ലീഫുകളാണ്. നല്ല ഭംഗിയാണ് ഇതിന് വലിപ്പം വെച്ച് കഴിയുമ്പോൾ. ഇത് നമ്മളെ എന്താ പറയണ്ടേ, ഇതിങ്ങനെ ആ വയ്ക്കുന്ന പോട്ടിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പടർന്ന് വരുന്ന പ്ലാന്റുകളാണ്. ഇത് ക്ലൈംബിങ് ടൈപ്പ് അല്ല, ക്രൗളിങ് ടൈപ്പാണ്. ഫിലോഡെൻഡ്രോൺ ആണ് ഗ്ലോറിയോസു എന്ന് പറയുന്നത്. അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഗ്ലോറിയോസത്തിൻ്റെ പ്രൈസ് 180 ആണ്. ഇത് സിങ്കോണിയം വെറൈറ്റിയാണ്. 100 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. സിങ്കോണിയത്തിൻ്റെ ഗോൾഡൻ കളറല്ല, ഒരു ലെമൺ യെല്ലോ കളറ് സിങ്കോണിയമാണിത്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. അടുത്തത് അഗ്ലോണിമയാണ്. അഗ്ലോണിമ ഗ്രെഗ് ആണ്. ഗ്രെഗിൻ്റെ പ്ലാന്റാണ്. 400 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതൊരു റെയർ വെറൈറ്റിയാണ്. 400 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഗ്രീനും അതിൻ്റെ എഡ്ജസിലുള്ള പിങ്ക് കളറുമാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. അടുത്ത വരുന്ന പ്ലാന്റ് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ ഫ്രെഡിയുടെ ഒരു പ്ലാന്റാണ്. 140 രൂപയാണ് ഈ പോട്ടിൻ്റെ പ്രൈസ്. 140 റുപ്പീസാണ് ഫ്രെഡിയുടെ ഈ പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്ലാന്റ് നോക്കാം. അതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. 80 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. 80 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത്
നെക്സ്റ്റ് പ്ലാന്റ് ഒരു അഗ്ലോണിമയാണ്, ഒരു പീച്ച് കളറാണ്. ഇതിൽ പിങ്കിനെക്കാട്ട് കൂടുതൽ പീച്ച് കളറാണ് ഇതിന് വരുന്നത്. 250 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. 250 രൂപയാണ് ഈ അഗ്ലോണിമയുടെ പ്രൈസ്. 250 പീച്ച് കളറാണ് ഇതിൻ്റെ ലീഫിനുള്ളത്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ പോത്തോസ് ആണ്. ഗോൾഡൻ പോത്തോസിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഈ ഒരു ബുഷായിട്ടുള്ള പോട്ടിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഗോൾഡൻ പോത്തോസിൻ്റെ ഈ പോട്ടിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എൻജോയ് പോത്തോസ് ആണ്. അത് 120 രൂപയാണ്. എൻജോയ് പോത്തോസിൻ്റെ ഈ പോട്ടിൻ്റെ പ്രൈസ് 120 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ ട്രൈ കളർ അല്ലെങ്കിൽ ട്രയോസ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത്രയും ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസ് 180 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. കുറച്ചുകൂടി വലിപ്പമുള്ള പ്ലാന്റുകളും ഉണ്ട്. 180 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ ചാർലിയാണ്. 140 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതേപോലെ ഈ യെല്ലോ കളറും ഗ്രീൻ കളറും മിക്സ് ചെയ്ത് ഇതേപോലെ വരും ശരിക്കുള്ള ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ. അത് വെയിൽ കിട്ടുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. ഒരുപാട് വെയിൽ പാടില്ല, എന്നാലും അത്യാവശ്യം വെളിച്ചം നല്ല രീതിയിൽ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ലീഫിന് ആ കറക്റ്റ് കളർ വരും. ഇനി അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. റാറ്റിലാണ്. റാറ്റിൽ സ്നേക്ക്. റാറ്റിലിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അത്യാവശ്യം ബുഷായിട്ടുള്ളൊരു പ്ലാന്റാണ്. 150 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്ലാന്റ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.